ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്? കായൽ ഒഴുക്കിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തത്? കുഴിച്ചിട്ടോ? ശാരദ, അത് എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് വേറെ ഒന്ന് കേക്കണ്ടെന്ന്. അതെന്ത് ചെയ്തു പറ ഗോപാലേട്ടാ. കരാറടിസ്ഥാനത്തിലുള്ള നിയമനമല്ലേ, അത് പുറത്ത് പ്രൈവറ്റ് സിസ്റ്റത്തിലാ മാഡം അത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോയത്. കളക്ടർ മുട കാണിക്കുന്നതാ. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഇതേതാ ഈ പുതിയ അവതാരം? അല്ല, ഇത് എനിക്ക് അറിയാവുന്ന ആളാണല്ലോ. അല്ല, ഇതാര് വിഷ്ണുവോ? ഇതെന്താ ഈ വേഷത്തില്? ഞാനിപ്പോ ഇവിടുത്തെ ഡ്രൈവറാ. അത് അത്ഭുതമായിരിക്കുന്നല്ലോ. കളക്ടറുടെ ഭർത്താവ് കളക്ടറുടെ വാഹനത്തിന്റെ ഡ്രൈവറോ? അത് കൊള്ളാലോ. അത് ശരി, ഭാര്യയ്ക്ക് ഡ്രൈവർ ഭർത്താവോ? അപ്പൊ രണ്ടുപേരും കൂടി കളക്ടറേറ്റ് പതിച്ചെടുക്കാൻ വന്നിരിക്കുന്ന വരവല്ലേ? ഇത് ഞാൻ കലക്കി കുഴച്ച് മറിച്ച് കയ്യിൽ തരാം. സംഭവിക്കട്ടെ. കുറുപ്പ് സാറോ? ശാരദാമ്മേ. കുറുപ്പ് സാറേ. സാറേ, ശാരിക വന്നു എന്നറിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സുഖ കുറുപ്പ് സാറേ. രാജീവ് എന്ത് പറയുന്നു? എന്നെ എപ്പ കണ്ടാലും സംസാരിക്കാതെ വിടില്ല. വലിയ കാര്യ. സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാ. കൂടെ വന്നിട്ടില്ലേ? ഇല്ല, ആളിപ്പോ വിദേശത്താ. അറിവുള്ളവർക്ക് ലോകം മുഴുവൻ പറക്കാൻ പറ്റും. പറക്കട്ടെ, അതിന്റെ ഗുണവും നിങ്ങൾക്ക് അനുഭവിക്കാലോ. അനുഭവം കൂടിയിട്ട് അവൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. സാറിന് ചായ വേണോ കാപ്പി വേണോ? ചായ ആയിക്കോട്ടെ. മധുരം ആ വഴിക്കേ പോണ്ട കേട്ടോ. അതെനിക്കറിയാം. കായൽ തീരത്ത് നല്ല ജനക്കൂട്ടം. അതെന്താ കുറുപ്പ് സാറേ, വല്ല സിനിമ ഷൂട്ടിംഗ് കാര്യം വന്നോ? ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. ചെന്നു നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരന്റെ ജഡം. അയ്യോ, എന്തായാലും ഗ്ലാസ് പൊട്ടിയില്ല. ഞാൻ വൃത്തിയാക്കിയോളാം അമ്മേ. കാലിൽ ചില്ല് തറയ്ക്കണ്ട. ഏതോ നല്ല വീട്ടിലെ പയ്യനാന്നാ തോന്നുന്നേ. പാന്റും ഷർട്ടുമാണ് വേഷം. ആരോ കൊന്നിട്ടതാണെന്നൊക്കെയാ കൂടി നിൽക്കുന്നവര് പറയുന്നത്. പോലീസ് നായൊക്കെ വന്നിട്ടുണ്ട്. തലയില് എന്തോ കൊണ്ട് അടിച്ചതുപോലൊരു മുറിവുണ്ടെന്നാ കണ്ടവര് പറഞ്ഞത്. ഞാനടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പണ്ടേ കഴിയില്ല. അത് പണ്ട് പഠിച്ചു നടക്കുമ്പോഴും അങ്ങനെ തന്നെയാ. അല്ല ശാരദാമ്മേ, ചായ? മോളെ, സാറിനൊരു ചായ കൊടുക്കാം. ശാരദാമ്മ പേടിച്ചു പോയി. ഇത്തരം വാർത്തകളൊന്നും കാണാനും കേൾക്കാനും പാവത്തിന് കഴിയില്ല. കോവരട്ട, കോവരട്ട. എന്തുപറ്റി?
ശവം ശവു നസീറിന്റെ ശവം പൊങ്ങിയെന്ന് പോലീസ് നായൊക്കെ വന്നിട്ടുണ്ടെന്നാ പറയുന്നേ. അതിന് നീ എന്തിനാ പേടിക്കുന്നേ? അത് ഇവിടേക്കൊരു പോലീസ് നായി ഓടിക്കറാൻ പോകുന്നില്ല. പിന്നെ ഇതാ നസീറിന്റെ ബോഡിയാന്ന് നിന്നോടാരാ പറഞ്ഞേ? അപ്പൊ പിന്നെ കായൽ പൊങ്ങിയ ബോഡി ആരുടേതാ? അത് വേറെ ആരുടെങ്കിലും ആയിരിക്കും. സത്യം പറ, നിങ്ങൾ ആ ബോഡി എന്താ ചെയ്തത്? ഓ, കായൽ ഒഴുക്കിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്തത്? കുഴിച്ചിട്ടോ? ശാരദ, അത് എനിക്കതൊന്നും അറിയണ്ട. നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്ക് വേറൊന്നും കേക്കണ്ടെന്ന്. അതെന്ത് ചെയ്തു എന്നൊന്ന് പറ ഗോപാലേട്ടാ. ഗോപാലേട്ടാ, അത് പറയാതെ ഞാൻ അങ്ങോട്ട് പോവില്ല. എന്താ അച്ഛനും അമ്മയും കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ. നീ എന്തോന്നും വിളിക്കുപോലും ചെയ്യാതെ. ശാരികേച്ചി വന്നിട്ടൊന്നും കണ്ടില്ലല്ലോ അമ്മേ, അതുകൊണ്ട് വന്നതാ. അല്ല, ശാരികേച്ചി ഇവിടെ? അമ്മേ, അമ്മ എന്താ വല്ലാതിരിക്കുന്നേ? അമ്മയ്ക്ക് സുഖമില്ലേ? ഹേയ്, അമ്മയ്ക്കൊരു കുഴപ്പമില്ല. മോള് ശാരികയുടെ അടുത്തേക്കല്ലേ? ശ്യാമേ, വല്യേച്ചി. വല്യേച്ചി, ശ്യാമേ, വല്യേച്ചി. ഞാൻ അല്പം മുമ്പ് നിന്നെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. നിന്നെ കണ്ടില്ലല്ലോ എന്ന്. ഓർത്തപ്പോ തന്നെ വന്നില്ലേ? അതാണ് രക്തബന്ധം. വാ പറയട്ടെ. അമ്മേ, ഗോപാലേട്ടാ, ഞാനിവിടെ നിൽക്കുന്നത് തീ ചവിട്ടി നിൽക്കുന്ന പോലെയാ. എന്റെ ഒരു മനസമാധാനത്തിന് എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. ശാരദാമ്മേ, ആ, കുറുപ്പ് സാറിന്റെ ശബ്ദമല്ലേ ഇത്? നീ ഇപ്പൊ സമാധാനായിട്ടിരിക്കെ. അതെന്തായാലും നസീറിന്റെ ബോഡി ആയിരിക്കില്ല. പിന്നെ കായലങ്ങനെ പല ബോഡിയും പൊങ്ങിന്നിരിക്കും, ഒഴുകി നടക്കും. ഇവിടെ ഒന്നും നടന്നിട്ടില്ല, നമുക്കൊന്നും അറിയേയില്ല. മനസ്സിലായല്ലോ? ഞാൻ കുറുപ്പ് സാറെ ഒന്ന് കണ്ടിട്ട് വരാം. ഗോപാലേട്ടാ, ദേവി ഒന്ന് കാത്തോളേ.